അല്ലേ, രണ്ടാഴ്ച കറങ്ങാൻ പോകുന്നത് നേരത്തെ പോന്നു. എന്ത് പറ്റി? ആ ബാഗ് എടുത്തകത്ത് വെക്കും. മധു, നിങ്ങൾ ദൂരെ എവിടെ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? പോയിട്ട് തിരിച്ചു വന്നു. എന്താ മോളെ എന്നിട്ട് മുഖം വല്ലാതിരിക്കുന്നത്? എന്ത് പറ്റി? ഒന്നുമില്ല. ഈശ്വര, ഈ പിള്ളേർക്കിത് എന്ത് പറ്റി? എന്താ ഇത്? ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു. ഞാൻ വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ എന്തിനിങ്ങനെ ഇവിടെ കഴിയണം? കാര്യം എന്താണെന്ന് പറയും. എന്റെ ദേഹത്തിന് എന്താണ് കുറവ്? ഒരു പുരുഷൻ ഇഷ്ടപ്പെടുന്നതൊന്നും എനിക്കില്ലേ? ഇല്ലെന്ന് ആര് പറഞ്ഞു? പറഞ്ഞാൽ പോരാ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഞാനും ഒരു സ്ത്രീയല്ലേ, എനിക്ക് വാക്കുകളില്ലേ? അത് സാധിക്കാനാണ് നീ വീട്ടിൽ പോകുന്നതെങ്കിൽ വയ്ക്കോ. എന്നിട്ട് വേണോ ആ സ്ത്രീയോട് ജീവിക്കാൻ? ഏത് സ്ത്രീ? സ്നേഹിക്കുന്ന സ്ത്രീ. ഞാൻ അറിയാതെ എനിക്ക് മുമ്പ് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരുത്തി. അമ്മ നിർബന്ധിച്ചപ്പോൾ എന്നെ കല്യാണം കഴിച്ചു. സംസാരിക്കും. എന്നെ കല്യാണം കഴിച്ച ആളിനോട് എനിക്ക് സംസാരിക്കണം. ഞാനൊരു വീട്ടുപൂർണ്ണമാണോ? അടിക്ക്, എന്നെ അടിച്ചുകൊണ്ട്. മതോ, എന്താടാ ഇവിടെ? എടാ, എന്താണെന്ന്? എന്തുണ്ടായി മോനെ? ഒന്നുമില്ലമ്പേ. പിന്നെ ഇപ്പഴേ വഴക്കിട്ട് പിരിയാൻ ഇവിടെ എന്തുണ്ടായി? അച്ഛന്റെ സ്വഭാവം എടുക്കരുത്, പറഞ്ഞേക്കാം. കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസമായിട്ടില്ല. അതിനു മുൻപേ നാണമില്ലേടാ നിനക്ക്? പറഞ്ഞില്ലെന്ന് വേണ്ട, ഇത് അന്തസ്സുള്ളൊരു തറവാടാണ്. അതനുസരിച്ച് ജീവിക്കാൻ നീ മറക്കരുത്. ഇവിടെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ അവൾ ഇവിടുത്തേതായിരിക്കണം, മരിക്കുന്നത് വരെ. മോളെ, പിണക്കവും പിണക്കവും ഒക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. നോക്കൂ, എന്റെ മുഖത്തേക്ക് നോക്കൂ. എന്നെ പോലെ വേദന അനുഭവിച്ചിട്ടുള്ള മറ്റൊരു സ്ത്രീ ഈ ലോകത്തുണ്ടാകുന്ന മോളെ. പെണ്ണുങ്ങൾ പലതും സഹിക്കണം. കുടുംബജീവിതത്തിന് വേണ്ടി നമ്മളാണ് പലതും മറക്കേണ്ടത്. എല്ലാം ശരിയാകും. മധു, നീ ലീവെടുക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ പോയി താമസിക്കും. കുറച്ചുനാൾ ഉത്തരവാദിത്വത്തോടു കൂടി ജീവിച്ചാൽ എല്ലാം മാറും. മോളെ, എന്നെ സമാധാനിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നിനക്ക് ഞാനുണ്ട് മോളെ, ഞാനുണ്ട്. ഇന്നാളത്തെ പോലെ ആരെങ്കിലും വഴക്കുണ്ടാക്കാൻ വരുമോ? എന്റെ കൂടെ ഇത്ര നാളും കഴിഞ്ഞതിന് ശേഷം നിന്നെ പിടിച്ചുകൊണ്ടുപോയിട്ട് എന്തു ചെയ്യാനാ? അച്ഛന്റെ വാശി അത്ര തന്നെ. വീട്ടിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കുമോ? അപ്പച്ചൻ ഒരുപക്ഷെ ഇവിടെ മാത്രറിഞ്ഞു കാണും. എങ്കിൽ കാര്യം കുഴപ്പമാണ്. സുനിത ഇവിടെ ഇരിക്കും. വേണ്ട, ഞാനും വരും. നീയാണോ ചതിച്ചല്ലോ പായ? നിന്നെ പോലെ 2 മാസമെങ്കിലും അത് ആഘോഷിക്കേണ്ടതാണ്. അതെ, നിന്റെ എത്രത്തോളമായി? ഉഗ്രൻ. അതിനിടയിൽ കൂടെ ഉഗ്രമായി ചണ്ടും. ആളിനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഞങ്ങൾ തമ്മിലല്ല. അതെ, വീട് കിട്ടിയോ? അപ്പുറത്തെ വീട് കഴിഞ്ഞപ്പോ താക്കോൽ വാങ്ങിച്ചു. നീ വന്നിട്ട് ഒരു സ്വീകരണമൊക്കെ തന്നേച്ച് പോകാമെന്ന് കരുതി. പിന്നെ പഴയ അഭിപ്രായം മാറിയില്ലേ? എപ്പോഴേ മാറി. സത്യം പറ, നിങ്ങൾ ഓഫീസിൽ വെച്ച് റൊമാൻസ് തുടങ്ങിയതല്ലേ? കൊച്ചു കള്ള, പൂച്ച സന്യാസി. ചേട്ടാ, ഇവര് നാളെ താമസം മാറ്റുമെന്ന്. എല്ലാവർക്കും ഇന്ന് അത്താഴം ഹോട്ടലിൽ. എന്താ? എഗ്രീഡ്. മിനി, കല്യാണിയോട് പറഞ്ഞേക്ക് നമ്മളല്പം വൈകിയേ വരുന്നു. കല്യാണി, എല്ലാം കാറിൽ നിന്ന് എടുത്ത് വെച്ചില്ലേ? ഞങ്ങൾ പുറത്തേക്ക് പോന്നു. കഥ എടുത്തോളൂ. ശരി.
ഗോപാലൻ ചേട്ടൻ. ഗോപാലൻ ചേട്ടൻ. എന്നാലും കല്യാണി, നീ എന്നോട് ഈ കൊല ചതി ചെയ്തല്ലോ. എന്തു പറ്റി? എന്നോടൊരു വാക്ക് പോലും പറയാൻ നീ ഇങ്ങോട്ട് പോകുന്നില്ലേ? അതോ, എനിക്കറിയാമല്ലോ എന്നെ തിരക്കി ഇവിടെ എത്തുമെന്ന്. ആ, ആരെങ്കിലും കണ്ടോ? ഈ പ്രദേശത്തന്നെ ആരും അറിയില്ലെന്ന്. അവരെങ്ങാനും വന്നാലോ? വാളിനടച്ചിരിക്കില്ലേ, ആര് വരാനാ? പിന്നെ വീടിന് പുറകത്ത് വല്ല തോടോ കിണറോ മുള്ളുവേലിയോ വല്ലതും ഉണ്ടോ? പട്ടിയുണ്ടോ? അയ്യോ. ആ, പിന്നൊരു കാര്യം, ഞാനിവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ നിന്നെ നിർബന്ധിക്കും. ഞാനിങ്ങനെ അന്നും പോയി ഒക്കെ ഇരിക്കും. വാ. ഇരട്ടാ കുട്ടി. ഇനി നിനക്ക് വല്ലാത്ത നിർബന്ധം തന്നെ. നീ എത്ര പ്രാവശ്യമാണ് എന്നെ ഫോൺ വിളിച്ചത്? 5 മണിക്ക് മുൻപ് എനിക്ക് വീട്ടിലെത്തണ്ടേ. ഇടയ്ക്ക് വിളിച്ചില്ലെങ്കിൽ അങ്കിൾ നേരം വെളുക്കും വരെ അവിടെ ഇരിക്കും. ഇരിക്കൂ. അപ്പോ എന്താണ് നിന്റെ പ്രോബ്ലം? എനിക്കല്ല, എന്റെ ഒരു കൂട്ടുകാരിക്ക്. അങ്കിളിനെ നേരിൽ കാണാൻ അവൾക്കൊരു മടി. മടിച്ചിരുന്നാൽ അവളുടെ പ്രോബ്ലം തീരുമോ? അവൾക്കും അല്ല, അവളുടെ ഭർത്താവിന്. അതിന് മിനിയാണോ അതെല്ലാം? പുറത്തു പറയാനുള്ള വിഷമം കൊണ്ടാ. ശരി, പറയൂ, കേൾക്കട്ടെ. വിവാഹം കഴിഞ്ഞു കുറെ നാളായി. അയാൾക്ക് യാതൊരു താല്പര്യവുമില്ല. അവളോട് വെറുപ്പാണ്? നല്ല ഇഷ്ടത്തിലാണ് രണ്ടുപേരും. പക്ഷേ ശാരീരിക ബന്ധം ഒരിക്കൽ പോലും അവർ തമ്മിൽ ഉണ്ടായിട്ടില്ലത്രേ. കാരണം? അതറിഞ്ഞുകൂടാ. ആദ്യ രാത്രി മുതൽ അവൾക്ക് നിരാശയാണ്. അതെന്താണ് അങ്കിൾ? കൂട്ടുകാരിയോട് പറയൂ, അവളും ഭർത്താവുമായി എന്നെ വന്ന് കാണാൻ. അത് രോഗമാണോ? ചികിത്സിച്ചാൽ മാറുമോ? കൂട്ടുകാരിക്ക് എന്ത് പ്രായം വരും? എന്റെ പ്രായം. ഭർത്താവിനോ? മധുചേട്ടന്റെ. അവളൊരു നാണം കുണുങ്ങിയാണോ? നല്ല തന്റെ ഇടക്കാരി, മിടുമിടുക്കി. ഇനി എന്തുകൊണ്ട് അവൾക്ക് അയാളെ വശീകരിക്കാൻ സാധിക്കുന്നില്ല? എല്ലാ വിധത്തിലും നോക്കാറുണ്ട്. തമ്മിൽ നല്ല റൊമാൻസ്. പക്ഷേ എന്ത് കാര്യം? ആ തളർച്ച കാണുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നും. എനിക്കോ? അല്ല, അവൾക്ക്. എനിക്കുട്ടി, ഞാൻ ആരാണെന്ന് അറിഞ്ഞൂടെ? എന്റെ അങ്കിൾ. അങ്കിൾ മാത്രമല്ല, മനഃശാസ്ത്രം പഠിച്ച ഒരു ഡാക്ടറും കൂടിയാണ് അങ്കിൾ. നിനക്കെന്ത് പറ്റുമോളെ? അയ്യോ, എനിക്കല്ല, എന്റെ കൂട്ടുകാരിക്ക്. ഇനി എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളുടെ നേരിയ ചലനത്തിന്റെ അർത്ഥം പോലും മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കും. ആ കൂട്ടുകാരി നീ തന്നെയല്ലേ?